ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താ പാർവതി? ചായ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പ്രിയൻചേട്ടന്റെ അടുത്ത് പോണം. എന്തോ ഒരു ജോലി ഉണ്ടെന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞിരുന്നു. പ്രിയനോട് ഞാൻ പറഞ്ഞോളാം. ചായ കൊടുത്തു കഴിഞ്ഞിട്ട് പാർവതി പെട്ടെന്ന് ഗോഡൌണിലേക്ക് ചെല്ല്. നന്ദൻ സർ. ആ പാർവതി വരൂ. സാറിന്റെ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ സർ? ഇതൊക്കെ അടുക്കിപ്പെറുക്കി വെക്കാനാണോ? എല്ലായിടത്തും തൂത്തുവാരിയതിന് ശേഷം ഞാൻ ഗോഡൌൺ തൂത്തുവാരുക. ഒരു 11 മണിയൊക്കെ ആവുമ്പോ ഞാൻ പിന്നെ വന്ന് അടുക്കിപ്പെറുക്കി വെച്ചോളാം. അടുക്കി പറക്കി വെക്കാനൊന്നും അല്ല ഞാൻ പാർവതിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പിന്നെ എന്താ സർ? അത് പറയാം. അതിനു മുമ്പ് എനിക്ക് പാർവതിയോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ സർ? പാർവതി പ്രിയനെ എന്താ വിളിക്കുന്നത്? പ്രിയനെന്നാണോ, അത് പ്രിയൻ ചേട്ടനെന്നാണോ, അത് പ്രിയൻ സാറെന്നാണോ? സാറെന്ന് വിളിക്കുന്നത് പ്രിയൻചേട്ടന് ഇഷ്ടല്ല. പേര് വിളിക്കുന്നത് എനിക്കും ഇഷ്ടല്ല. അതുകൊണ്ട് പ്രിയൻചേട്ടാന്നാ വിളിക്കാം. മോഹനെ പാർവതി എന്താ വിളിക്കുന്നത്? മോഹനെന്നോ, മോഹൻ ചേട്ടാന്നോ, മോഹൻ സാറെന്നോ? മോഹൻ ചേട്ടനെ മോഹൻ ചേട്ടൻ എന്നാ വിളിക്കുന്നത്. അപ്പൊ പ്രിയനെ പ്രിയൻ ചേട്ടാന്ന് വിളിക്കും, മോഹനെ മോഹൻ ചേട്ടാന്ന് വിളിക്കും. പിന്നെ എന്തിനാ എന്നെ സാറെന്ന് വിളിക്കുന്നത്? പേര് വിളിച്ചാ മതി. പേരോ? സാറെന്ന് വിളിക്കണ്ട, ചേട്ടാന്ന് വിളിക്കണ്ട, നന്ദാന്ന് വിളിച്ചാ മതി. ഒന്ന് വിളിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. വിളിക്ക് പാർവതി. നന്ദൻ. എന്തോ നീ മാത്രമല്ല, എല്ലാവരും എന്നെ പേര് വിളിച്ചാ മതി. ജയന്തിയോടും സൗന്ദര്യോടും ഉഷച്ചേച്ചിയോടും എല്ലാവരോടും പറയണം. അയ്യോ, ഓഫീസിൽ ചായ കൊടുത്തില്ല. വൈകിയാൽ കരുണാകരൻ സാറിനെ അവരെ വിളിച്ചു പറയുക. കരുണാകരൻ സാറിന്റെ വഴക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ജോലി എന്താണെന്ന് പറയൂ, അത് ചെയ്തിട്ട് എനിക്ക് പോണം. ജോലി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റ് മിസ്സായി. ഞാനിവിടെ എല്ലായിടത്തും നോക്കി. ഇന്നലെ ആ ബോക്സ് താഴെ ഇരിക്കുകയായിരുന്നു. അത് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പെട്ടിട്ടുണ്ടാവും. ഇനി അതിൽ കൂടിയേ നോക്കാനുള്ളൂ പാർവതി. ബൈക്കിൽ നിന്ന് വീണ് നടുവ് ഒളുക്കിയിരിക്കുന്ന കാരണം എനിക്ക് കസേരയിലോ മേശപ്പുറത്തോ ഒന്നും കയറാൻ പറ്റില്ല. പാർവതി അതൊന്നും എടുത്തു തരുമോ? ദേ, ആ കസേര കയറിയ ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. ഞാൻ ഈ കസേര കയറാനോ? ഞാനിങ്ങനെ ഇതിൽ കയറുക? പ്രിയൻ ചേട്ടനോട് പറയാം, പ്രിയൻ ചേട്ടൻ എടുത്തു തരും. പ്രിയനോട് ഞാൻ എങ്ങനെയാ പറയാ പാർവതി? പ്രിയനും എന്നെ പോലെ ഇവിടുത്തെ സൂപ്പർവൈസർ അല്ലേ? എന്നാ മോഹൻ ചേട്ടനോട് പറയട്ടെ. മോഹനോട് എനിക്ക് പറയാൻ കഴിയില്ല. മോഹൻ ഇവിടുത്തെ ക്വാളിറ്റി ചെക്കറാ. സെക്യൂരിറ്റി ചേട്ടനോട് പറയാം, ഞാൻ പോയി വിളിച്ചോണ്ടരാം. പാർവതി, സെക്യൂരിറ്റിയുടെ ജോലി വെളിയിലല്ലേ? അയാളെ കൊണ്ട് ഞാനത് എടുപ്പിക്കാൻ പാടില്ല പാർവതി. മാനേജ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാവും. വേറെ ആരോടാ പറയാ? ആരോടും പറയണ്ട. പാർവതിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം. കസേര കയറിയ നടുവേദനയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. സാരമില്ല. അയ്യോ വേണ്ട, ഞാൻ തന്നെ എടുത്തുതരാം. താങ്ക്സ് പാർവതി. ഞാൻ കസേരയിൽ പിടിക്കാം. പാർവതി എന്റെ ചുമലി പിടിച്ച് കയറിക്കും. വീഴില്ല. ഞാൻ സ്ട്രോങ് ആയിട്ട് പിടിച്ചോളാം. നിങ്ങളിവിടെ എന്തെടുക്ക? സാറിന്റെ അല്ല, നന്ദന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റ് ആ ബോക്സിലാ, അതെടുക്കണം. ബ്ലാക്ക് നൂല് വെച്ചിരിക്കുന്ന ബോക്സാ അത്. ഞാൻ ബ്ലാക്ക് നൂല് എടുക്കാൻ വന്നതാ. പാറു മാറിക്കോ, ബോക്സ് ഞാൻ എടുത്തു തരാം. വേണ്ട, ബോക്സ് പാർവതി തന്നെ എടുത്തോളൂ. എപ്പോഴും കയറി എടുക്കാറുള്ളത് ഞാനാ. ഞാൻ തന്നെ എടുത്തോളാം. നന്ദന്റെ ചുമലില് പിടിച്ചു കയറിക്കോ.
അയ്യോ സൗസു പാർവതി നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്കും പാർവതി. അയ്യോ സൗസു ഒരു മിനിറ്റ്. ഒന്ന് വേഗം. സോറി, കസാര പൊട്ടിയുണ്ടാ. നന്ദൻ സാറിന് വേദനിച്ചോ? സാരമില്ല, നീ പൊയ്ക്കോ. ബ്ലാക്ക് നൂല് ഞാൻ കൊണ്ടുതരാം. അയ്യോ